വാഴച്ചുണ്ടും ചെറുപയറും കൊണ്ട് നല്ലൊരു കറി ഉണ്ടാക്കാം. ഈ വാഴച്ചുണ്ടും ചെറുപയറും ഒക്കെ കൂട്ടിയുള്ള കറി നല്ലൊരു ടേസ്റ്റാണ്. നമ്മളിത് ഞാൻ ഞാലിപ്പൂവും വാഴച്ചുണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പം ഞാൻ എൻ്റെ വാഴയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. നമ്മളിത് ഫ്രഷ് ആയിട്ടുള്ള വാഴച്ചുണ്ട് തന്നെ എടുക്കണം, അല്ലെങ്കിൽ ഈ തൊലിയൊക്കെ വാടിയിരുന്നാൽ ഇത് വേകുമ്പോൾ ഒരു നല്ലപോലെ വെന്ത് കിട്ടുകയില്ല, നമുക്ക് ഇങ്ങനെ ചതഞ്ഞ് കിടക്കുന്ന പോലെ തോന്നും. ഇനി ഞാൻ 1 കപ്പ് ചെറുപയറാണ് ഇതൊക്കെ നമ്മൾ ഇത്തിരി കൂടുതൽ ഇടുവാണെങ്കിൽ നല്ലതാണ്, വാഴച്ചുണ്ടിൻ്റെ ഒരു കമർപ്പ് നമുക്ക് വരാതിരിക്കുക. അതുകൊണ്ട് ചെറുപയർ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു വലിയ മുറി തേങ്ങ തന്നെ വേണം, നല്ലതുപോലെ തേങ്ങ ഇടണം, എങ്കിലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നമുക്കൊരു 3 പച്ചമുളക്, ഇത് ആവശ്യം എരിവുള്ള പച്ചമുളകാണ്. അത് എരിവ് കുറവുണ്ടെങ്കിൽ ഒരെണ്ണം കൂടുതലോ കുറവോ ഒക്കെ നമുക്ക് ഇടാം. പിന്നെ ഒരു ചെറിയ സവോള ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഈ വാഴച്ചുണ്ട് അരിയുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് കയ്യിൽ നല്ലതുപോലെ കറ പറ്റും. അതുകൊണ്ട് നമ്മളൊരു ഗ്ലൗസ് ഇട്ടിട്ട് അരിയുവാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ചോപ്പറുള്ളവരാണ് ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ചോപ്പറിനകത്തിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. നമുക്ക് ആദ്യം ഈ ചെറുപയറും ഒന്ന് വേവിച്ചെടുക്കാം. ഈ വാഴച്ചുണ്ടും ഒന്ന് അരിഞ്ഞ് തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടി ഞാനെടുക്കാം. നമുക്കിതിങ്ങനെ ചെറിയ പീസായിട്ട് ഒരു ചോപ്പറിനകത്തോട്ടിട്ട് കൊടുക്കാം. ഫ്രഷ് ആയതുകൊണ്ട് വാഴക്കറിയൊക്കെ നല്ലതുപോലെ കാണാം. നമ്മൾ മേത്തൊക്കെ പറ്റാതെ ഡ്രസ്സിലൊക്കെ പറ്റിയാലും പിന്നെ പോകാൻ വലിയ പാടാണ്. അതുകൊണ്ട് ഇതുപോലെ നമുക്ക് ചെറിയ പീസാക്കി ഇട്ടിട്ട് ഞാനിതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. പാൻ വെച്ച് ഞാനൊരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇച്ചിരി കടുകും പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വാഴച്ചുണ്ടൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം വെക്കരുത്, പെട്ടെന്ന് തന്നെ നമ്മൾ കറി വെക്കണം. കറി വെക്കാൻ സമയത്ത് അരിയാവുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് ഈ കറ ഇറങ്ങുമ്പം കറുത്ത് പോകും. നമ്മളിപ്പോൾ ഇതുപോലെ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ലതുപോലെ. ഈ കറ ഉള്ളതുകൊണ്ടാണ് വാഴച്ചുണ്ട് ഇങ്ങനെ കറുത്തിരിക്കുന്നത്. നമ്മൾ വേറെ തന്നെ അങ്ങ് ഉണ്ടാക്കിയാൽ മതി. ഈ ഉള്ളി ഒന്ന് വഴന്ന് കഴിഞ്ഞിട്ട് വേണം ഇതിടാൻ. ആദ്യം നമ്മൾ വാഴച്ചുണ്ട് ഒന്ന് വേവിച്ചെടുത്തേച്ച് വേണം. നമ്മൾ ചെറുപയർ ഞാനിപ്പം വേവിച്ച് വെച്ചിരിക്കും, അത് കാരണം അത് ലാസ്റ്റ് ചേർക്കുന്നുള്ളൂ. ആദ്യം വാഴച്ചുണ്ട് തന്നെ നമുക്ക് വേവിപ്പിച്ചെടുക്കണം, പിന്നെ വേണം ചെറുപയർ ചേർക്കാൻ. ഒക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിനകത്ത് ഇച്ചിരി മഞ്ഞളിടാം. മഞ്ഞളിടുന്നത് നമ്മൾ തേങ്ങയ്ക്കും ചെറുപയറിനും ഈ വാഴച്ചുണ്ടിനും കൂടെ ഒന്നിച്ച് ഉദ്ദേശിച്ച് ഇടണം. സമയത്ത് നമുക്ക് ഇനി വാഴച്ചുണ്ട് നരിഞ്ഞത് ചേർക്കാം. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം നമുക്ക്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനിപ്പോൾ ഈ തേങ്ങയും കൂടിയും ചേർക്കുവാണ്. രണ്ടും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. വെള്ളം ഒട്ടും ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ തന്നെ ഇത് നമ്മൾ ഇതിൻ്റെ ആവിയും കൊണ്ട് വേവുന്ന വാഴച്ചുണ്ടിന് അധികം വേവില്ല. അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി. നമുക്കിതൊന്ന് മൂടി വെക്കാം ഒരു 2-3 മിനിറ്റ്. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതുകൊണ്ട് വാഴച്ചുണ്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ചെറുപയർ വേവിച്ച് വെച്ചിരിക്കുന്ന ചേർക്കാം. ചെറുപയർ വേവിക്കുമ്പോൾ നമ്മൾ നോക്കണം, കുക്കറിൽ വേവിക്കില്ല. നമ്മളൊരു പാത്രത്തിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് വേവിച്ച് പറ്റിച്ചെടുക്കണം. കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ ചെറുപയർ തീരെ കുഴഞ്ഞു പോകും. അത് കാരണം നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കരുത്. ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർക്കാം. ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചാൽ മതി. ചെറുപയർ വെന്തിരിക്കുന്നത് കൊണ്ട് ഒരുപാട് വേവില്ല. ഈ വാഴച്ചുണ്ടൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളവർ ഇത് കളയരുത്. നമുക്ക് ഈ ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ്. വലിയ ചെറിയ വേസ്റ്റായിട്ടൊക്കെ ഉള്ള നമ്മുടെ ശരീരത്തിലെ തലമുടിയോ കല്ലോ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതുവരെ ഡൈജസ്റ്റ് ആക്കുന്നത് വാഴച്ചുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ വാഴച്ചുണ്ടൊന്നും കിട്ടുവാണെങ്കിൽ അത് കളയല്ല, ഇടയ്ക്കെങ്കിലും ഒന്ന് കറി വെക്കണം. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർ ഇതുപോലെ ഇങ്ങനെ ചെറുപയറോ എന്തെങ്കിലും മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് തേങ്ങയും ഇട്ട് ഉണ്ടാക്കിയാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കൊരു 2-3 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെക്കാം. ഇപ്പം നമ്മുടെ കൂമ്പും ചെറുപയർ തോരനും കൂടെ ഉള്ള കറി കണ്ടോ നല്ല റെഡി ആയിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞിരിക്കില്ല. നല്ലതുപോലെ ഇളക്കി ഒന്ന് തോർത്തിട്ട് വേണം നമ്മൾ എടുക്കാൻ. ഇപ്പം നല്ല തോർന്നായിരിക്കുന്നത്. നമുക്കിത് ഓഫാക്കി നല്ലൊരു സെർവിങ് പ്ലേറ്റിലോട്ട് ഞാൻ മാറ്റാം.
നമ്മുടെ വാഴക്കൊമ്പ് ചെറുപയർ തോരൻ നല്ല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആരോഗ്യത്തിന് വളരെ നല്ലൊരു റെസിപ്പിയാണ്. വേറൊരു റെസിപ്പി ആയിട്ട് ഞാൻ പിന്നെയും വരും.